ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹ് പറയുന്നു, എന്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കും. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനും ദൂതനുമാണെന്ന് നീ നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. നീ അത് പറയുന്നത് ഉള്ളതാണോ ഇല്ലയോ എന്ന് അല്ലാഹ് നിന്നെ ടെസ്റ്റ് ചെയ്യും. ഒന്നാമത്തെ ടെസ്റ്റ്, അല്ലാഹു നിനക്ക് ഭയം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒന്നുകൂടെ എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. ഇത്തിരി കൂടെ മുന്നോട്ട് കയറിക്കുക. ബാ, ദുആഇന്റെ സമയമായി വരുമല്ലേ, കയറിക്കോ ഇൻഷാ അല്ലാഹ്. ബോക്സിന്റെ ചവിട്ടിയിരിക്കല്ലേ മക്കളെ, ബാ കയറിക്കോ. കഴിഞ്ഞു 12 മണി 1 മണി വരെ ഒന്നുമില്ല. ഞങ്ങൾ വന്നാ കയറിയിരുന്നോ കയറിയിരുന്നോ. ചന്ദനം ചാരിയ ചന്ദനം മണക്കൂന്ന കൂടെ ഇരുന്നോ. ചിലപ്പോ ഈ ഇരുന്നതിന്റെ പേര് രക്ഷപ്പെടും. കയറിയിരുന്നു. അൽഹംദുലില്ലാഹ്. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എടോ, അല്ലാഹു നമ്മുടെ ഈമാൻ ടെസ്റ്റ് ചെയ്യും. ഇവൻ പറയുന്നത് ഉള്ളതാണോ അതോ കള്ളമാണോ എന്ന് അല്ലാഹു ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, അല്ലാഹു നിനക്ക് ഭയം തരും. ഭയം നിന്നിട്ട് അല്ലാഹു പരീക്ഷിക്കും. സഹോദര, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് ആരെയാ ഭയപ്പെടുത്തിയത്? നീ ഇവന്മാര് ചേർത്ത് 2-3 നിയമങ്ങൾ പാസ്സാക്കിയപ്പോഴേ നീ മുട്ടിട്ടിടിക്കുക. ഇപ്പൊ എന്താ ഈ ഇലക്ഷന്റെ ഒരു എന്താ ഈ വോട്ടുപെട്ടിയിൽ പേര് ചേർക്കുന്നതിന് എന്താ പറഞ്ഞ SIR വന്നപ്പോഴത്തേക്ക് എന്തുവായിരുന്നു? ഓ സുബ്ഹാനല്ലാഹ്. SIR എന്ന് പറഞ്ഞ വോട്ടുപെട്ടിയിൽ പേരുണ്ടോ, 2002 പേരുണ്ടോ, എന്തൊരു ബഹളമായിരുന്നു. ഓരോ മനുഷ്യന്മാര്. ആ നിയമം കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. ആ നിയമം കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. എന്താ ഉപകാരം? ഉള്ളത് പറയണമല്ലോ. ഞാൻ അവരുടെ ആൾക്കാരായതുകൊണ്ടെന്നല്ല. ഈ നിയമം കൊണ്ടുണ്ടായ ഒരു ഉപകാരം, ഈ മരിച്ചുപോയവരൊക്കെ നമുക്കൊന്ന് ഓർക്കാൻ പറ്റി. ഇല്ലേ? വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുന്നു, ഉപ്പാപ്പാടെ ആധാർ ഐഡന്റിറ്റി കാർഡ് ഉണ്ടോന്ന്. എന്നിട്ട് വോട്ടുപെട്ടിയില ഉപ്പാപ്പാടെ ഫോട്ടോ. എന്ത് രസം പടച്ചാനെ, ഉമ്മാമ ഉപ്പ. അങ്ങനെയെങ്കിലും ഓർത്തല്ലോ. അങ്ങനെയെങ്കിലും മരിച്ചുപോയവരെ ഓർക്കാൻ പറ്റിയില്ലേ? ഓർത്തില്ലേ? നിങ്ങൾ എന്തോ എന്നെ ചൊടിച്ചിരിക്കണേ. ഉപ്പാപ്പാടെ ഫോട്ടോ എടുത്തിട്ട് ഇതാ ഇല്ലേ ഉപ്പാപ്പ ഇല്ലേ, പാപ്പ പണ്ട് ഇങ്ങനെ ആയിരുന്നേ, ഓർക്കാൻ പറ്റിയടോ. എന്റെ പൊന്നാര ചങ്ങാതി, അല്ലാഹ് പറയാ, നിന്നെ ഞാൻ പേടിപ്പിക്കും. നിന്നെ സാധാരണ ഭയമൊന്നുമല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് ആരെയാ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബിതങ്ങളെ. എന്നിട്ട് എന്ത് പറ്റി? ചങ്ങായി, നീ എന്ത് തിരിയാത്തെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞു നിൽക്കുക. ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു, മുഹമ്മദ് നാട് വിടാൻ പോവാ, വേണമെങ്കിൽ ഇന്ന് കൊന്നോണം, ഇനി കിട്ടൂല. മദീനത്തെങ്ങാണം പോയാ പിന്നെ നിനക്കൊന്നും തൊടാൻ പറ്റൂല, കൊല്ലണമെങ്കിൽ ഇന്ന് രാത്രി കൊല്ലണം. എല്ലാ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടി ഏറ്റവും നല്ല യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു. കൊല്ലുന്നവന് ഓഫർ. നബിതങ്ങളുടെ വീട് വളഞ്ഞിരിക്കുക, ഇറങ്ങി അപ്പ വെട്ടിക്കൊല്ലാൻ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ വീടിന്റെ അകത്ത് നിന്ന് ഹിജറയ്ക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറാകുമ്പോ അലിയാര് തങ്ങളോട് ചോദിച്ചു, അത്ര അലിയെ, നീ ഇവിടെ കിടക്കുമെന്ന്. ഞാൻ കിടന്ന സ്ഥലത്ത് നീ കിടക്കുവോ? എനിക്ക് എന്നാ പേടി, അല്ലാഹ് എനിക്കെന്താ പേടി? ആ ചങ്ങാതി ചിന്തിച്ചു നോക്ക്. അലിയാര് തങ്ങൾ അവിടെ കിടന്നേ. നബിതങ്ങൾ ഇറങ്ങാൻ സമയമായപ്പോ മുസ്ലിം എന്ന് പറഞ്ഞ ആരാന്ന് പഠിക്കണം. നമ്മുടെ കയ്യിൽ ആറ്റം ബോംബും മിസൈലൊന്നും വേണ്ട ചങ്ങാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു പിടി മണ്ണ് വാരണം. ഒരു പിടി മണ്ണിങ്ങനെ വാരിയിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ സൂറത്തു യാസീൻ, വജഅൽനാ മിൻ ബൈനി വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ. ഈ ആയത്ത് ഉപകാരമുണ്ട്. ഉസ്താദ്മാരോട് ചോദിച്ചാൽ പറഞ്ഞ ആയത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ആയത്ത് ഓതുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എപ്പോഴും പോലീസ് പിടിക്കാൻ നേരത്തെ ഇത് ഓതാറുണ്ട്, ചെക്ക് പോസ്റ്റിലൊക്കെ പോകുമ്പോൾ.
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഈ ആയത്ത് ഓതിയിട്ട് ആ മണ്ണിൽ കൂതണം, എന്നിട്ട് വാതിൽ തുറന്നേക്ക് 4 ഭാഗത്തേക്ക് വാരി എറിഞ്ഞിട്ട് പൊക്കോളാൻ. കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് നബിതങ്ങളെ കൊല്ലാൻ കാത്തിരുന്നവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഓന്റെ ഒക്കെ കണ്ണിന്റെ മുമ്പിലൂടെ നടന്നു പോയടോ. AK-47 പിടിച്ചുകൊണ്ടല്ല പോയെ, അത് മനസ്സിലാക്ക്. നബിതങ്ങൾ അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിപ്പോയി. അബൂബക്കർ തങ്ങൾ നബിതങ്ങളുടെ കൂടെ കൂടി. നബിതങ്ങൾ രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്ത് പോയിരിക്കാം. അള്ളാന്റെ റസൂൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ടത് ചെയ്യണം, വരുന്നത് വഴി വെച്ച് കാണട്ടെ എന്നല്ല. ചില പൊട്ടന്മാരങ്ങനെ രോഗം വന്നാൽ ചികിത്സിക്കണം, രോഗം വന്നാ ചികിത്സിക്കണം, അള്ളാഹ് നോക്കിക്കൊള്ളു എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ചികിത്സിക്കാൻ പറഞ്ഞാൽ ചികിത്സിക്കണം. ഭാര്യ പ്രസവിക്കാറായി എവിടെ കൊണ്ടുപോകണം? എവിടെ കൊണ്ടുപോകണം? ആശുപത്രി കൊണ്ടുപോയി പ്രസവം എടുക്കാൻ കൊണ്ടുപോകണം. രണ്ടും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നും ചെയ്യൂല, എന്നിട്ട് നബി തങ്ങൾക്ക് നടന്നാൽ പോരെ? എന്തിനാ എല്ലാവരും പോകുന്നതിന് വിപരീതമായി നടന്നത്? എന്തിനാ ഗുഹയ്ക്കകത്ത് പോയി 3 ദിവസം ഒളിച്ചിരുന്നത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് വേണം തവക്കലേൽപ്പിക്കാൻ. നബി തങ്ങളോട് സഹാബി ചോദിച്ചു, നബിയെ, ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കലേൽപ്പിക്കണോ അഴിച്ചു വിട്ടിട്ട് തവക്കലേൽപ്പിക്കണോ? ചങ്ങായി കെട്ടിയിട്ടിട്ട് ഏൽപ്പിക്കടാ. നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ തങ്ങൾ ഗുഹയ്ക്കകത്തിരിക്കുക. നബി തങ്ങൾ അബൂബക്കർ തങ്ങളുടെ മടിയിൽ കിടക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കയ്യും കാലും വിറയ്ക്കുക. നബിതങ്ങൾ ഞെട്ടി ഉണർന്ന്, എന്തേ അബൂബക്കറെ? ദാ മുകളിൽ നിൽക്കുന്ന നബിയെ ശത്രു ഉമ്മാര് പ്രാന്തളവിട്ട് വന്നിരിക്കുക. മുഹമ്മദിനെ കിട്ടാതെ വന്നപ്പോ കൊല്ലാൻ കലി അളവിട്ട് കാത്തു വന്നയാ. നബിതങ്ങളോട് പറയുന്നു, അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നുണ്ട്. ഓനെങ്ങാനും താഴോട്ട് നോക്കിയാൽ നമ്മളെ രണ്ടുപേരെയും പിടിക്കും, കൊന്നുകളയും നബിയെ. നബിതങ്ങൾ ചിരിച്ചു. സഹോദര, അള്ളാന്റെ റസൂല് ചിരിക്കുക. എന്തേ നബിയെ ചിരിക്കണേ? എന്റെ പൊന്നാര അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാള് കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, നമ്മുടെ കൂടെ മൂന്നാമതൊരാളുണ്ട്. ആര്? അല്ലാഹ്. ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ. എന്തിനാ അബൂബക്കറെ പേടിക്കണേ? അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മൾ ന്യൂനപക്ഷവ? അധികാരമുണ്ടോ? പ്രധാനമന്ത്രി ഉണ്ടോ? മുഖ്യമന്ത്രി? ഒന്നുമില്ല. പക്ഷെ നമ്മുടെ കൂടെ ആരുണ്ട്? അള്ളയുണ്ട്. അല്ല ഉണ്ടോ? അല്ല ഉണ്ടോ? ഉണ്ട്. ആ അള്ളാനെ വെറുപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതാ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് ആമീൻ ആമീൻ. ഓ പഠിച്ചവനെ, വാപ്പ മരിച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ പോലും പറയൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ല ഭയക്കും, പേടിപ്പിക്കും. ഇനിയൊരു കാലം വരും, തൊപ്പി ഇട്ടവനെ, താടി വളർത്തിയവനെ പിടിച്ചു നിർത്തുന്ന ഒരു കാലം വരും. അങ്ങനെ ഒരു കാലം വരും. ആ കാലത്ത് നീ പറയണം, ഞാൻ മുസ്ലിമാ, ഈമാനുള്ളവനാകണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 2, അല്ലാഹു പട്ടിണി തരും. ഓ ദാരിദ്ര്യം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ? പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇങ്ങനെ കുലുക്കുന്നു. ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? എല്ലാവരും പറയും പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഇരിക്കണ ഒറ്റ എണ്ണവും പട്ടിണി കിടന്നിട്ടില്ല. പട്ടിണി എന്താണെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ചുമ്മാതെ പറയണേ. സത്യത്തിൽ പട്ടിണി എന്താണെന്ന് പോലും എനിക്കും അറിയത്തില്ല, ഈ പ്രായമുള്ള നിങ്ങൾക്കും അറിയത്തില്ല. അതിന്റെ കാരണം എന്തേ? എടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അല്ലെ, നബിതങ്ങളും തന്റെ കുടുംബവും ശുഅബ് അബീ താലിബിന്റെ മലഞ്ചെരുവില് വിശന്നിട്ട് തിന്നാൻ കഴിയാതെ നബിതങ്ങൾ ഇല പറിച്ചു കഴിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വിശന്നിട്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ റസൂലുള്ളാഹി തങ്ങളും തന്റെ കുടുംബം എന്ത് തിന്നു? ഇല തിന്നു. തിന്നാൻ ആരെങ്കിലും ഉണ്ടോ? ഇല തിന്നോ? മട്ടൻ മന്തി വാങ്ങി തിന്നിട്ട് കുറച്ച് ഇല വാരി തിന്നും ദഹിക്കാൻ. അതാ നമ്മൾ ഇലയും തമ്മിലുള്ള ബന്ധം. അള്ളാന്റെ റസൂലും സഹാബത്തും, ഏട്ടാ നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ഇവിടെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ എല്ലാരും ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോ നബിതങ്ങൾ 2 കല്ല് വെച്ചിട്ട് കെട്ടി. കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? ചങ്ങായി മാറുവോ? വിശപ്പ് സഹിക്കാൻ പറ്റാതെ നബിതങ്ങളും സഹാബത്തും വയറ്റിൽ കല്ല് വെച്ച് കെട്ടി. നമ്മൾ ചിന്തിക്കും വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോന്ന്. ചങ്ങാതി മാറും ചങ്ങാതി. നമ്മുടെ വാപ്പാടെ അരയിൽ ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു. ചിന്തിച്ചു നോക്കിയേ. പഴയ വാപ്പമാർ ആ ബെൽറ്റ് അങ്ങോട്ട് കെട്ടിയാൽ നേരെ നിൽക്കും. ആ ബെൽറ്റിനൊരു പവറാ. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. നബിതങ്ങളും സഹാബത്തും, നബിതങ്ങൾ അവിടെ നിന്ന് പട്ടിണി കിടന്നില്ലേ? ഖദീജ ബീവിയോട് പറഞ്ഞു, നീ പോയേക്ക് ഖദീജ, നീ കോടീശ്വരിയാ, നീ പട്ടിണി കിടന്നിട്ടില്ല ഖദീജ, നീ പോയേക്കാൻ. ഖദീജ ബീവി റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഞാൻ നിങ്ങളുടെ അവിടെ. ഇത് സിനിമയുടെ ഡയലോഗൊന്നുമല്ല.
അള്ളാന്റെ റസൂല് പറഞ്ഞ ഖദീജ, നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ല, നീ പോയേരെ. ഞാൻ പോകൂല നബിയെ, ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അങ്ങനെ ഒന്നും ആയില്ലെങ്കിലും അതിൻ്റെ 4-1 അള്ളാഹു ആക്കി തരുമാറാകട്ടെ. കാരണം ഓക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ അസ്സലാമു അലൈക്കും വലൈക്കും സലാം കഴിഞ്ഞു. ഓൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ വയല് പറയാനൊക്കെ പറ്റും, ഇതൊക്കെ പറയും, അതൊക്കെ സിനിമ ഡയലോഗ് പഠിക്കാൻ പറ്റും. കിട്ടിയില്ലെങ്കിൽ നോക്കിക്കോ, അപ്പൊ പിന്നെ എല്ലാം തേക്കുന്ന കാലവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നബിതങ്ങൾ എത്ര മക്കളുടെ മയ്യത്ത്. ഇവിടെ ഒരെണ്ണം തലവേദന എടുത്താൽ ഞാനും നിങ്ങളും കരയും. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വേദന വന്ന, ഒരു പനി വന്ന ഉറങ്ങൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മക്കളുടെ മയ്യത്ത് ഖബറിലിറക്കി വെച്ച പ്രവാചകൻ മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര മക്കളുടെ മയ്യത്ത് ഇറക്കി വെച്ചടോ, എന്തൊരു വേദന. ഇതുപോലെ നബിതങ്ങള് ഇതുപോലെ വേദന സഹിച്ച ആരാ ഉള്ളേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദര, അള്ളാഹുവിന് ഇഷ്ടം തോന്നിയ അല്ല ഒന്ന് സങ്കടപ്പെടുത്തും, എന്നിട്ട് കെട്ടി അങ്ങോട്ട് പിടിക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഖുർആൻ പറഞ്ഞത്, ഏത് സങ്കടമുണ്ടായാലും എന്തു വന്നാലും അവർ പറയും ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പോഴും നമ്മൾ അള്ളാഹിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സുഖമല്ലേ? സുഖമാണോ? ചങ്ങായി സുഖമാണോ? സുഖമാണോ? പോയി പറ, സുഖമാണോ? എന്താ മറുപടി പറയണ്ടേ? സുഖമാണോ എന്ന് വെച്ചാ സുഖമാണെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് നബിതങ്ങൾ ഇങ്ങനെ പള്ളിയിരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. നബിതങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങായി സുഖമാണോ? അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ. ആ മറുപടി കേട്ടപ്പോൾ നബിതങ്ങൾ ദുആ ചെയ്തു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടാമതൊരാൾ കൂടെ പുറകെ കയറി വന്നു. ഓനോട് ചോദിച്ചു, സുഖമാണോ? ആ സുഖമാ നബിയെ. അപ്പൊ നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എനിക്ക് ബർക്കത്തിന് ദുആ ഇല്ലേ? നബിതങ്ങൾ പറഞ്ഞൊരു മറുപടി, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? സുഖമാണോ? അൽഹംദുലില്ലാ. ആ വാചകം എല്ലാവർക്കും പറയാൻ പറ്റില്ല. ഈ അൽഹംദുലില്ലാ എന്ന് പറയുന്നൊരു വാചകം ഉണ്ടല്ലോ, അത് എല്ലാവർക്കും പറയാൻ പറ്റൂല. അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവരുടെ നാവിലേ വരൂ. എന്തു ചോദിച്ചാലും അൽഹംദുലില്ലാ. അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ, എല്ലാവരുടെ വായിൽ വരുന്ന ഒരു വാചകമല്ല അൽഹംദുലില്ലാ. അത് അല്ലാഹ് ഇഷ്ടപ്പെടണം. ഓനോട് എന്ത് ചോദിച്ചാലും ഓൻ പറയാം അൽഹംദുലില്ലാ. സങ്കട ക്യാൻസർ, SLC പരീക്ഷയൊക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു, തോറ്റുപോയി, എന്ത് പറയണം? എന്ത് പറയണം? പരീക്ഷയ്ക്ക് തോറ്റപ്പോ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. പറയുവോ? പരീക്ഷ ഉണ്ടായിരുന്നു, രാവിലെ ജോലിക്ക് പോയപ്പോ മുതലാളി പറയുന്നു നാളെ മുതൽ വരണ്ടെന്ന്, എന്ത് പറയണം? അൽഹംദുലില്ലാ. കഴിഞ്ഞു. എടോ, ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അൽഹംദുലില്ലാ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അത് പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റൂല. എനിക്ക് വട്ടാ നിങ്ങൾ വിചാരിക്കുക, SLC പരീക്ഷയ്ക്ക് തോറ്റ അൽഹംദുലില്ലാ പറയോ? ഞാനാണെങ്കിൽ പറയും. എടാ, എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാ പറയണം. എന്തുകൊണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മലക്കുകളോട് അള്ളാഹു ചോദിക്കും, എൻ്റെ അടിമ എന്താ പറഞ്ഞതെന്ന്. എടാ, അവന്റെ കരളിന്റെ കഷ്ടത്തിന്റെ നിന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോ അള്ളാഹ് ചോദിക്കും, എന്താ പറഞ്ഞതെന്ന്. അള്ളാഹ് അൽഹംദുലില്ലാ പറഞ്ഞല്ല. പഠിച്ചവന് സ്വന്തം മകൻ മരിച്ചപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അവൻ പറഞ്ഞ വാചകവാ. അള്ളാഹ് പറയുന്ന ഒരു കൊട്ടാരം പണിയാ, ഒരു വീട് പണി, സ്വർഗത്തിലൊരു വീട് പണി, ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്ക്. ആർക്ക്? അൽഹംദുലില്ലാ പറഞ്ഞവന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതെല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് പറയാൻ കഴിയണം. അത് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു വാചകമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് സങ്കടം വന്നാലും പറയണം, സഹോദരാ, നമുക്കൊന്നും ഒരു പരീക്ഷണമില്ലടോ, നമുക്കൊന്നും ഒരു പരീക്ഷണമില്ലടോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹു, ഉറുവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ ഒരു വിരൽ പഴുക്കുകയാണ്, കാലിന്റെ ഒരു വിരൽ പഴുക്കുകയാണ്. പടച്ചവനെ, വല്ലാത്ത വേദനയായി വൈദ്യന്മാരെ കൊണ്ടുപോയി കാണിക്കുകയാണ്. വൈദ്യന്മാരെ കൊണ്ടുപോയി
കൊണ്ടുപോയി കാണിക്കുകയാണ്. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ പ്രശ്നമാണ്, ഈ വിരൽ മുറിക്കണം, ഈ വിരൽ മുറിക്കണം. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു, വേദന കൂടുകയാണ്, വേദന കൂടുകയാണ്. ഉർവ തങ്ങൾ രണ്ടാമതും വൈദ്യന്മാരെ കാണിച്ചു. തങ്ങളെ വിരലിന്റെ മുകളിലേക്ക് പഴുപ്പ് കയറി, ഇനി കാൽപ്പത്തി മുറിച്ചു മാറ്റണം. ഇനി വിരൽ മുറിച്ചാ പോരാ, കാൽപ്പത്തി മുഴുവനും മുറിച്ചു മാറ്റണം. ഉർവ തങ്ങൾ കാര്യമാക്കിയില്ല. പടച്ചവനെ, ആഴ്ചകൾ കഴിഞ്ഞു, വല്ലാത്ത വേദനയായി. വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, ഇനി കാൽപ്പത്തി മുറിച്ചാ പോരാ, കാലിന്റെ മുട്ടിന്റെ താഴെ വെച്ച് മുറിക്കണം. കാലിന്റെ മുട്ടിന്റെ താഴ്ഭാഗത്ത് വെച്ച് മുറിക്കണം. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക തങ്ങള്. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു സമ്മതിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി തയ്യാറായി കടന്നു വരികയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. എന്നിട്ട് ലഹരി കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കുടിക്കാൻ. കള്ളുപോലെ ലഹരി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഉർവ തങ്ങൾ ചോദിച്ചു, എന്തിനാ ഇത് കുടിക്കുന്നത്? തങ്ങളെ, വല്ലാത്ത വേദനയാ, കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ, സഹിക്കാൻ കഴിയില്ല തങ്ങള്, അതുകൊണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞ വേദനയ്ക്കൊരു ശമനം കിട്ടുമല്ലോ, അറിയാതെ ഇരിക്കാനാണ്. ഉർവ തങ്ങൾ പറഞ്ഞു, ഞാൻ കുടിക്കൂല, കള്ളില് ശിഫയില്ല, കള്ളില് ശിഫയില്ല, ഒരിക്കലും ഞാൻ കുടിക്കൂല. വൈദ്യന്മാര് പറഞ്ഞു, പിന്നെ എങ്ങനാ കാല് മുറിക്കുക? പടച്ചവനെ, മരുന്നോ അനസ്തേസിയോ ഒന്നുമില്ലല്ലോ, എങ്ങനെയാണ് കാല് മുറിക്കുന്നത്? ഉർവ തങ്ങൾ ചോദിച്ചു, കാല് മുറിച്ചാ പോരെ, കാല് മുറിച്ചാ പോരെ? ഉർവ തങ്ങൾ പറഞ്ഞു, ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാം. ഞാൻ ഉളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടെ ഉളുവെടുക്കുകയാണ്. പടച്ചവനെ, നിസ്കാരപ്പായിലേക്ക് കടന്നു വന്നു. ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടുകയാണ്. അവിടെ നിന്ന് ഫാത്തിഹ ഓതുകയാണ്. പടച്ചവരെ, സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്വഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ഉർവ തങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞെന്ന് മനസ്സിലായപ്പോ, മോനെ, വൈദ്യന്മാര് ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉർവ തങ്ങളുടെ ഒരു കാലവടം വെട്ടിമുറിക്കുകയാ. മക്കളെ, KGF-ന്റെ കഥയല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു സിനിമാ കഥയല്ല പറയുന്നത്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലവടം മുറിച്ചു മാറ്റുകയാ. ഉർവ തങ്ങൾ അറിഞ്ഞില്ല, ഉർവ തങ്ങൾ അറിഞ്ഞില്ല. നിൽക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ മുമ്പിലാ. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. റബ്ബേ, എന്ത് ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല. അന്ന് വൈദ്യന്മാര് പെട്ടെന്ന് രക്തം നിൽക്കാൻ ചെയ്യുന്ന ഒരു വഴി എന്തെന്നറിയോ? സൈത്തെണ്ണ തിളപ്പിക്കുകയാ, സൈത്തെണ്ണ തിളപ്പിക്കുകയാ. ആ തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിലേക്ക് മുക്കുകയാ. അല്ലാഹുവേ, തിളച്ച എണ്ണ കാലിൽ മുക്കുമ്പോ ഉർവ തങ്ങൾ അപ്പോഴും നിസ്കാരത്തിലാ. ഒരായത്തിങ്ങനെ ആവർത്തിച്ചോതുകയാണ്. ഏതായത്തും അറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹ്
അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്ത് ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ ഓതുകയാ മോനെ. തിളച്ച എണ്ണ കാലിൽ മുക്കുകയാണ്. ഉറുവതങ്ങള് ബോധം കെട്ട് താഴെ വീഴുകയാണ്. പടച്ചവനെ വൈദ്യന്മാര് മരുന്ന് വെച്ച് കെട്ടി ബോധം വരുന്നത് വരെ കാത്തു നിൽക്കുകയാണ്. വൈദ്യന്മാർക്ക് സങ്കടമായി. ആരാ പറയുന്നത് കാല് മുറിച്ചു മാറ്റിയെന്ന്? മഹാനവറുകൾക്ക് സങ്കടമാകുമല്ലോ. ആര് പറയുമെന്നുള്ള ടെൻഷനിൽ എല്ലാവരും നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു കുടുംബക്കാരനോടി വരുന്നത്. ഉർവതങ്ങളുടെ കുടുംബക്കാരനോടി വരികയാണ്. അല്ലാ, എവിടെ ഉർവതങ്ങളെവിടെ? എവിടെ ഉർവതങ്ങളെവിടെ? എന്തിനാ മോനെ ഉർവതങ്ങളെ തിരയുന്നത്? ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. പണ്ട് പൊന്നാര മകന് മരണപ്പെട്ടു പോയി. ആ മരണ വാർത്ത പറയാമെന്നതാണ്. വൈദ്യന്മാർക്ക് സങ്കടമായി. ഒരു കാല് മുറിച്ച് കിടക്കുകയാണ്. അതുപോലും അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് പൊന്നുമോനും മരിച്ച വാർത്ത വരുന്നത്. രണ്ടാമത്തെ സങ്കടമായടോ. അവസാനം ഉർവതങ്ങൾക്ക് ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അവിടത്തെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഉർവതങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് പൊന്നാര മകനും മരണപ്പെട്ടു തങ്ങള്. ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവർക്ക് അത്ഭുതമായടോ. എന്തേ തങ്ങള് കാല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞപ്പോ, പൊന്നാര മകൻ മരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോ അവിടെ അൽഹംദുലില്ലാഹ് പറയുന്നല്ലോ. എന്തു പറ്റി തങ്ങള്? ഉർവതങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? രണ്ട് കാലില്ലാത്ത എത്രയോ പേരുണ്ട്. ഇഴഞ്ഞിടഞ്ഞ് നടക്കുന്നവരുണ്ട്. ഒന്ന് നേരെ നിൽക്കാൻ കഴിയാത്തവരുണ്ട്. കിടന്ന കിടപ്പിൽ കിടക്കുന്നവരുണ്ട്. അല്ലാ, എനിക്കല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. ഒരെണ്ണമെങ്കിലും എന്റെ റബ്ബെനിക്ക് തന്നല്ലോ. അൽഹംദുലില്ലാഹ്. 7 മക്കളെ തന്നിട്ട്, എനിക്ക് 7 മക്കളെ തന്നിട്ട് ഒരാളെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ. ബാക്കി മക്കളെ ആയുസോടെ തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഉർവതങ്ങളുടെ മറുപടിയാ സഹോദരാ, ഉർവതങ്ങളുടെ മറുപടിയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉർവതങ്ങൾ വല്ലാതെ കരയുകയാ. അവിടെ നിന്ന് വല്ലാതെ കരയുകയാണ്. എന്തിനാ തങ്ങളെ കരയുന്നത്? റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഇനി പഴയതുപോലെ അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയില്ലല്ലോ. ഒരുപാട് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. ഉർവതങ്ങളെ സങ്കടത്തോടെ പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹു ചെയ്ത നിഅമത്തെ കുറിച്ച് ഓർക്കടോ. അല്ലാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കടോ. അല്ലാഹുവേ, വലിയ വലിയ പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഒരാളുടെയും 5 നയാ പൈസ അള്ളാൻ ആവശ്യമില്ല. ഒരാളുടെയും പൈസ അള്ളാന് വേണ്ട. എടോ, കൊടുത്താ നീയാണ് ആവശ്യക്കാർ. നിനക്കാണ് ആവശ്യം, നിനക്കാണ് ഒരുപാട് ആവശ്യമുള്ളത്. അതുകൊണ്ട് സ്വദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സദഖ വിപത്തുകളെ
വിപത്തുകളെ തട്ടിമാറ്റുകയാണ്, അപകടങ്ങളെ തൊട്ടുമാറ്റുകയാണ്. പടച്ചവനെ അതാ നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടവരല്ലേ പടച്ചവനെ, ഒരു 7-8 ടീച്ചർമാര് പടച്ചവനെ ടൂർ പോയവർ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം കടിഞ്ഞില്ലേ സഹോദരാ? എത്ര പേരാണ് ഒറ്റയടിക്ക് പോയത്? ഇന്നലെ തമിഴ്നാട്ടിൽ ഇന്ന് രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോ തമിഴ്നാട്ടിൽ പടച്ചവര് പടക്കത്തിന് തീ പിടിച്ചിട്ട് മരണപ്പെട്ടു പോയവരുടെ വാർത്ത വായിച്ചവരാണ്. ഇനി നാളെ രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോ തൃശ്ശൂര് പടക്കം പൊട്ടിയിട്ട് മരിച്ചവര് 12-13 ആയി. എത്രയോ അപകടങ്ങൾ കാണുന്നു, എത്രയോ ദുരന്തങ്ങൾ കാണുന്നു, മാരകമായ രോഗം പിടിച്ചവരെ കാണുകയാണ്. അതുകൊണ്ട് സഹോദരാ, നീയാണ് ആവശ്യക്കാരൻ, നീയാണ് ആവശ്യക്കാരൻ. അപകടങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്ക്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്ക്. പെങ്ങളെ, രോഗം മാറുന്നില്ല, രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന പെങ്ങളെ, രോഗം മാറാനൊരു മരുന്ന് പറഞ്ഞു തരട്ടെ. ഏത് രോഗവും മാറാനൊരു മരുന്ന് പറഞ്ഞു തരട്ടെ. മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, മാറാ രോഗങ്ങൾ, മോശമായ മരണങ്ങൾ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ബക്കറ്റ് എടുക്കല്ലേ അപ്പ? ബക്കറ്റ് പിരിവില്ലേ? മാഷാ അല്ലാഹ്, പെട്ടെന്നോ. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബക്കറ്റ് അവനവന്റെ കയ്യിലുള്ളത്, അവനവന്റെ കയ്യിലുള്ളത്. അല്ലാഹ് അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് പടച്ചവനെ, മാരകമായ രോഗങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട് റബ്ബേ എന്നെ നീ കാത്തുരക്ഷിക്കണം. എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണം. ഈ ഒരു നല്ല നീയത്തോടെ. ആണുങ്ങൾക്കില്ലേ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. ആണുങ്ങൾ മുസാഫകത്തൊക്കെ വേറെ തങ്ങന്മാര് ബക്കറ്റ് കൊണ്ടുപോയി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, എല്ലാവരും അൽഹംദുലില്ലാഹ് അവരവരുടെ കയ്യിലുള്ളത് കൊടുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, തങ്ങൾ കറക്റ്റ് ടൈമില്ല. അള്ളാഹു നമ്മുടെ അവസാന ടൈം നന്നാക്കി തരുമാറാകട്ടെ. വെള്ളം കണ്ട തൈമ മുറിയും. വെള്ളം കണ്ട തൈമ മുറിയൂലേ? വെള്ളം കണ്ട തൈമ മുറിയോ? തൈമ മുറിയും. തങ്ങൾ വന്നാൽ പിന്നെ അപ്പം നിർത്തണമെന്നാ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഒരു 10 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് തങ്ങൾ ദുആ ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെയ്യുക. അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ അത് ഉപകാരപ്പെടും. നമ്മളാണ് ആവശ്യക്കാര്, അല്ലാതെ അള്ളാഹുവിനൊരു ആവശ്യമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞിട്ട് സദഖ ചെയ്യും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഔലിയാക്കന്മാരുടെ പ്രത്യേകത, അവർക്കൊന്നുമില്ല. അള്ളാനെ അല്ലാതെ വേറെ ആരെയും അവർക്ക് പേടിയില്ല. അള്ളാനെ അല്ലാതെ വേറെ ആർക്കും അവർക്ക് പേടിയില്ല. അവർക്ക് സങ്കടമോ നിരാശയോ ഒന്നുമില്ല. അത് പോയത് പോയി, അള്ളാഹുവിന്റെ തീരുമാനം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ എന്ത് വന്നാലും എന്തു പറയണം? അൽഹംദുലില്ലാഹ് പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞേ, ഒരു നല്ലതുപോലെ പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹ്, അള്ളാഹു നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. പക്ഷെ എല്ലാവർക്കും പറയാൻ പറ്റൂല. ജീവിതത്തിൽ സങ്കടവും ദുരിതവും വരുമ്പോൾ എല്ലാവർക്കും അൽഹംദുലില്ലാഹ് പറയാൻ പറ്റുമോ? അത് പറയണമെങ്കിൽ ഒരൊറ്റ ഹദീസ് മനസ്സിൽ ഓർത്തു വെച്ചാൽ മതി. ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നാൽ ഏത് സങ്കടം വരുമ്പോഴും നമുക്ക് അൽഹംദുലില്ലാഹ് പറയാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ, ചെയ്യുവോ? പറഞ്ഞു തരട്ടെ, ചെയ്യുവോ? ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹു ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആരാണോ ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നത്
ആ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. വേണോന്ന് വെച്ചാ ചക്ക. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് എന്ത് സങ്കടം വന്നാലും അൽഹംദുലില്ലാ പറയാൻ കഴിയണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഓർത്താ മതി. ഇങ്ങോട്ട് നോക്ക്, ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കം ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കുന്നു? നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ഇല്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കം ഉണ്ടോ? ഇന്ന മാലോ ശരി യുസുറ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? ഉണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടോ? ഉണ്ട്. അപ്പൊ നിനക്ക് അല്ലാഹു എന്തെങ്കിലും സങ്കടം തരുന്നുണ്ടെങ്കിൽ നീ എന്ത് മനസ്സിലാക്കണം? നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. നിനക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു സങ്കടം തന്നാൽ നീ എന്ത് മനസ്സിലാക്കണം? നിനക്ക് എന്തോ ഒരു സന്തോഷം വരാൻ പോകുന്നു. ആ സന്തോഷം വരുന്നതിൻ്റെ അടയാളമാണ് സങ്കടം. അപ്പൊ ആ സങ്കടം ഉണ്ടാകുന്ന സമയത്ത് നീ അള്ളാഹിനെ സ്തുതിച്ച ആ സന്തോഷം പരിപൂർണമായി അള്ളാഹു നിനക്ക് തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഒരു കയറ്റം കഴിഞ്ഞ ഒരു കയറ്റം കഴിഞ്ഞ ഒരു ഇറക്കമുണ്ട്. ഇതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇറക്കം കഴിഞ്ഞ ഒരു കയറ്റവുമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് അൽഹംദുലില്ലാ, ലത്തീഫൊക്കെ വന്നു, ഇതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അൽഹംദുലില്ലാ പറയാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, സിറാജ്, ഔലിയാക്കന്മാർക്ക് അള്ളാനെ അല്ലാതെ വേറെ ആരെയും പേടിയില്ല, അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും സങ്കടവും ഇല്ല, ഒന്നുമില്ല. അത് ഔലിയാക്കന്മാരല്ലേ? നമ്മൾ വെറും ജാഹിരീങ്ങളല്ലേ? ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നുമില്ല, അവർക്ക് ഒരു പ്രശ്നവും ഇല്ല, അവർക്ക് അള്ളാഹു എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവർക്ക് പോലെയല്ലോ നമ്മള്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തിനാ പേടിക്കണേ? നമ്മൾ എന്തിനാ? അള്ളാഹു പറഞ്ഞത്, അള്ളാഹു പറയുന്നു നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം, നിനക്ക് എന്താ വേണ്ടേ? അള്ളാഹു പറയുന്നു മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ. ഇവർക്കൊക്കെ അള്ളാഹു ഇത്രയും മനോഹരമായ ജീവിതം, ഒന്നിനും കുറവില്ലടോ, ഒന്നിനും കുറവില്ല അവർക്ക്. അള്ളാഹു എല്ലാം അവർക്ക് കൊടുത്തു, എല്ലാം അള്ളാഹു അവർക്ക് കൊടുത്തു. എന്തുകൊണ്ടാ കൊടുത്തേ? അള്ളാഹു പറയുന്ന ഏറ്റവും നല്ല ജീവിതം ഹലാലൻ ഹയാത്തുൻ ത്വയ്യിബ, ഏറ്റവും മനോഹരമായ ജീവിതം അള്ളാഹു നമുക്ക് തരും. ഏറ്റവും മനോഹരമായ സന്തോഷമുള്ള സമാധാനമുള്ള ഏറ്റവും മനോഹരമായ ജീവിതം അള്ളാഹു നമുക്ക് തരാമെന്ന് അല്ല പറയുക. അല്ല പറഞ്ഞ കാര്യം എന്താ? മൻ അമില സ്വാലിഹൻ, നല്ല കാര്യങ്ങൾ ചെയ്യ്. നിന്നെ കൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റുമോ നീ ചെയ്യ്. നീ ചെയ്താൽ അള്ളാഹു നിനക്ക് ഏറ്റവും മനോഹരമായ ജീവിതം, ലോകത്ത് ഒരാൾക്കും കിട്ടാത്ത ജീവിതം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നന്മകൾ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നന്മകൾ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, ഒരാൾ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായാൽ അവന് നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാര്യം 5 വഖത്ത് നിസ്കാരമാണ്. അത് കഴിഞ്ഞ ബാക്കി എല്ലാം ഉള്ളൂ. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അവന് നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാര്യം, നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട്, നിസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ പഠിച്ചിട്ട്. ഒരാൾ മുസ്ലിമായാൽ അവന് നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാര്യം 5 വഖത്ത് നിസ്കാരമാണ്. അതിനേക്കാളും വലിയ നന്മയില്ല. അത് ഫർളായ ഒരു ഇബാദത്താ. അള്ളാഹു അത് പരിപൂർണമായി ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. 5 വഖത്ത് നിസ്കാരം. നിസ്കരിക്കാൻ പറയുമ്പോൾ ചെറുപ്പക്കാരൊക്കെ, പള്ളിയിലൊന്നും ആരും ഇല്ലടോ, നിസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ വലിയ അലംഭാവം, മടി. എന്റെ പൊന്നാര ചങ്ങാതി, നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പള്ളിയിൽ നിന്ന് ഒരെണ്ണം പുറത്തിറങ്ങൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇവിടെ തന്നെ ഇരുന്നേനല്ല. നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും നിങ്ങളും പള്ളിക്കകത്തിരുന്നേനെ, ഇറങ്ങൂല. വേറെ എല്ലാം കളഞ്ഞിട്ട് നിസ്കരിക്കാൻ തയ്യാറായേനെ നമ്മൾ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിസ്കരിക്കാൻ സമയമില്ല, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, കച്ചവടം, ദുനിയാവ് ദുനിയാവ് ദുനിയാവ്, രാവും പകലും ജോലി. എന്തിനാ? പെണ്ണും പിള്ളയ്ക്ക് മക്കൾക്ക് തിന്നാൻ കൊടുക്കണം, അത്ര തന്നെ. ഞാനും നിങ്ങളും കിടന്ന് കഷ്ടപ്പെടുക, രാവും പകലും. സമയത്ത് നിസ്കരിക്കാൻ, തിന്നാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, സ്നേഹിക്കാൻ സമയമില്ല, ഭാര്യയോട് ചെലവഴിക്കാൻ സമയമില്ല. രാവും പകലും കിടന്ന് പരക്കം എന്തിന്? തിന്നാൻ. ഭാര്യയും മക്കളും പട്ടിണിയില്ലാതെ ജീവിക്കാൻ. അള്ളാഹു പടച്ചവൻ ഹലാലായ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു 2 പ്രതിഫലം തരും ദുനിയാവിൽ. ഞാൻ നിർത്തുകയാ, തങ്ങൾ വന്നു. നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു ദുനിയാവിൽ 2 പ്രതിഫലം തരും. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പ്രതിഫലം? എത്ര പ്രതിഫലം? ഉറക്കപ്പറ.
ഇൻഷാ അല്ലാഹ് നിസ്കരിക്കുമോ നാളെ മുതൽ? കേട്ടിട്ട് തീരുമാനിക്കും. നിസ്കരിക്കുന്നവൻ അള്ളാഹു തരുന്ന 2 പ്രതിഫലം. ഒന്ന്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. ഖുർആൻ. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ പഠിക്കണം, പ്രത്യേകിച്ച് പെണ്ണുങ്ങളും പഠിക്കണം, ആൺകുട്ടികളും പഠിക്കണം. അള്ളാഹു പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 വഖത്ത് നിസ്കരിച്ച, നീയും നിന്റെ കുടുംബവും 5 വഖത്ത് നിസ്കരിച്ചാൽ അള്ളാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ചാൽ കിട്ടുന്ന 1ാമത്തെ പ്രതിഫലം എന്താ? മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ആര് തരും? പറ കാക്ക, ആര് തരും? എന്താ വിശ്വാസമില്ലേ? സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിന്റെ അവസാനത്തെ പേജ് എടുത്തു നോക്കിയാൽ ഈ ആയത്ത് കാണാം. പോയി വായിച്ചു നോക്ക്. അല്ലാഹ് പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും, നിസ്കരിച്ചാ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, ഇപ്പൊ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി, ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആരാ? പറയടോ, ആരാ തിന്നുന്നേ? നിങ്ങൾ സത്യം പറ. ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നില്ലേ? ഈ ഇരിക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? എന്താ പറയത്ര അസൂയ? എന്താ? ആരാ? ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? ഉസ്താദന്മാര്. ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കാ? ഉസ്താദന്മാർ. കിളയ്ക്കാൻ പോകുന്നവന് എത്ര കൂലി? മേശിരിയുടെ കൂടെ 1000 രൂപ ഇല്ലേ? 900, 1000 ഒക്കെ ഇല്ലേ? ഉസ്താദിന്റെ ശമ്പളം കൂട്ടി നോക്കണം. സുബ്ഹാനല്ലാഹ്, കണ്ണു തള്ളിപ്പോവും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് വരെ വർധനവില്ലാത്ത ഇവിടുത്തെ കമ്മിറ്റിക്കാർ നിങ്ങളെ പറഞ്ഞൊന്നുമല്ല കേട്ടോപ്പ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. ഉസ്താദന്മാരുടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശമ്പളം ഒന്ന് കൂട്ടി നോക്കും, എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എടോ, പള്ളിയിലെ ഉസ്താദിന്റെ ശമ്പളം എടുത്ത് കൂട്ടുമ്പോൾ ഒരു ദിവസത്തെ ശമ്പളം എത്ര ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഏറ്റവും കുറഞ്ഞ ശമ്പളം ഉസ്താദിനെക്കാളും ശമ്പളം കുറഞ്ഞ ആരും ഇല്ലെന്ന് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണത് ആരാ? ആ ചങ്ങാതിയാ. ഈ ശമ്പളമാ കിട്ടുന്നതെങ്കിലും ഉസ്താദ് ബാക്കി കൊണ്ടിടുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉസ്താദ് കടയിൽ പോയി ഫാത്തിഹ ഓതിയ 50 രൂപയുടെ അരി 20 രൂപയ്ക്ക് കിട്ടുമോ? ഇല്ല. ഉസ്താദിന് മക്കളെ വളർത്തണം, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷെ കിട്ടുന്നത് ചെറുതാണെങ്കിൽ അതിന് ബർക്കത്തുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് പള്ളിയിലെ ഉസ്താദന്മാരാ. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാ? എന്താ ഉണ്ട്? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കും, ഉസ്താദിന് നല്ല ഭക്ഷണം, ഞങ്ങൾക്ക് ഇത്തിരി എന്താ കുറയണേന്ന്. അതിന്റെ കാരണം എന്താ? ഇവിടെ ഉസ്താദ് ബാങ്ക് വിളിച്ച് 15 മിനിറ്റ് കഴിഞ്ഞാ 5 വഖത്ത് നമസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കും. അതുകൊണ്ടാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. അതാ വ്യത്യാസം. ഉസ്താദ് സമയത്ത് 5 വഖത്ത് നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കും. നിങ്ങൾ ആര് വന്നാലും വന്നില്ലെങ്കിൽ. ഞാൻ തമാശ പറഞ്ഞതല്ലടോ. അള്ളാഹു പറയുകയാ, 5 വഖത്ത് നിസ്കരിച്ചാ മതി, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നീ ജോലിക്ക് പോയാലും നിനക്ക് ഭക്ഷണം കിട്ടൂ. ആരോഗ്യം തരുന്നവൻ ആരാ? അള്ളാഹ്. ഇതെല്ലാം തരുന്നവൻ അള്ളാഹല്ലേ. ഞാൻ പറഞ്ഞതല്ലല്ലോ. ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു. അള്ളാഹ് പറയുന്നു, ഞാനാ റാസിഖ്, ഞാനാ റബ്ബ്, ഞാൻ തരും ഭക്ഷണം. അതാ ഇന്നത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്, ഇന്നത്തെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. എടാ, പണം 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 പണം, തള്ളയെ തല്ലുന്ന മക്കൾ, പാപ്പാനെ തല്ലുന്ന മക്കൾ, കഞ്ചാവ് വെച്ച് കൊടുത്തിടക്ക്. എന്തിനാടാ മക്കളെ പണം? എന്തിനാടാ വളഞ്ഞ വഴി? എടാ, ഹലാല് റബ്ബ് തരാന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? നിസ്കരിക്കുന്നവൻ അള്ളാഹു തരും ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2 വൽ ആഖിബത്തു ലിത്തഖ്വ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. നല്ല മരണം കിട്ടും നിസ്കരിക്കുന്നവർക്ക്. എന്ത് കിട്ടും? നല്ല മരണം കിട്ടും. ഇതിൽ കൂടുതൽ നിനക്ക് എന്താ വേണ്ടേ? ദുനിയാവിൽ സന്തോഷമുള്ള റാഹത്തായ ജീവിതം, റാഹത്തായ മരണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. എത്രത്തോളം നന്മകൾ ചെയ്യാൻ കഴിയുമോ നന്മകൾ ചെയ്യ്. അതിനോടൊപ്പം ഈ കിടക്കുന്ന ഔലിയാക്കന്മാരെ ബഹുമാനിക്ക്, ആദരിക്ക്. പരിഹസിക്കല്ലേ, കളിയാക്കല്ലേ. അവരെ നീ ആളും തരവും നോക്കിയിട്ട് പെരുമാറ്. ഏതെങ്കിലും പൊട്ടന്മാർ എന്തെങ്കിലും എഴുതി വെച്ചെന്ന് പറഞ്ഞ് അവന്മാരുടെ കൂടെ കൂടരുത്. ഇതൊക്കെ ഉണ്ടോടാ, ഇതൊക്കെ ആവശ്യമുണ്ടോടാ, ലക്ഷ്യങ്ങൾ ഇതൊക്കെ പറയേണ്ടവൻ പറഞ്ഞുകൊണ്ട് നടക്കും, കളിയാക്കണ്ടവൻ പറഞ്ഞുകൊണ്ട് നടക്കും. നിന്നെക്കാളും അവൻ അറിയാം
ഇതൊക്കെ നല്ല കാര്യമാണെന്ന് ഇങ്ങനെയുള്ളവർക്കറിയാം. പക്ഷെ പരിഹസിക്കുന്നവരുണ്ട്, ഇതൊക്കെ ചുമ്മാതെയാണെന്ന് പറയുന്നവരുണ്ട്. നമ്മൾ അവൻ്റെ കൂടെ കൂടരുത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവരുടെയൊക്കെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദ് അവറുകൾ വന്നു കഴിഞ്ഞു. അവർ അഹ്ലു ബൈത്താണ്, നമ്മൾ ബഹുമാനിക്കണം. തങ്ങൾ സത്യം പറഞ്ഞാൽ തങ്ങൾക്ക് നാളെ രാവിലെ എവിടെയോ പരിപാടിക്ക് പോകേണ്ടതാണ്. തങ്ങൾ ആദ്യം ദുആ ചെയ്തിട്ട് പോകേണ്ട ആളാണ്. ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ അവസാനം ദുആ ചെയ്യും. എനിക്ക് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനത് പറഞ്ഞപ്പോൾ തങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറായി. അൽഹംദുലില്ലാഹ്. അള്ളാഹു അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എരുമാടല്ലേ, എനിക്ക് 2 ദിവസം കഴിഞ്ഞ് എരുമാട് ഉറൂസിൽ വഴുതുണ്ട്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. നമുക്കൊക്കെ മഹാന്മാരെ സ്നേഹിക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഞാൻ ഈ യാത്രക്കാരനാണ്, എനിക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും അവിടെ ഇരിക്കണം. ഇരുന്ന് അൽഹംദുലില്ലാഹ് സമാധാനത്തോടെ തങ്ങളുടെ ചെറിയ ഒരു നസീഹത്തും കേട്ട് സന്തോഷത്തോടെ ദുആ ചെയ്ത് അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ചീരണിയൊക്കെ ഉണ്ട്, അത് വാങ്ങിച്ച് സന്തോഷത്തോടെ പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തങ്ങളിരിക്കുന്നു. തങ്ങമ്മ ഒരു ബറക്കത്തിന് വേണ്ടി കമ്മിറ്റിക്കാർ പറഞ്ഞു, ഉസ്താദെ ഈ മദ്രസയുടെ മുകളിൽ ഒരു റൂം പണിയണം, ഒരു ഹോള് പണിയണം. അൽഹംദുലില്ലാഹ് കുട്ടികളുടെ പഠനങ്ങൾ കൂടി വരുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ ഉസ്താദെ. ഒരു നല്ല കാര്യമല്ലേ ചങ്ങാതി, ഒരു നല്ല കാര്യമല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല കാര്യം. ഒന്നുമില്ല, പ്രതിഫലം ഒന്നുമില്ല, ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. എടോ, ഈ മദ്രസ നിലനിൽക്കുന്ന കാലത്തോളം ഈ മദ്രസയ്ക്കകത്ത് കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്ന സമയം ഒരു ഫാത്തിഹ ഓതും. ഒരു ഫാത്തിഹ ഓതിയിട്ടല്ലേ തുടങ്ങണേ. അതുപോലെ തന്നെ പിരിയുന്ന സമയത്ത് ഒരു 3 സ്വലാത്ത് പറയും. വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും നടക്കുന്ന ഒരു അമല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നമ്മളും മരിച്ചും മണ്ണിനോട് അലിഞ്ഞാലും അതിൻ്റെ ഒരു മിസിര് സവാബ് നമ്മുടെ ഖബറിലെത്തും. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പറയാൻ ആളമൊന്നും നിർത്തിയിട്ടില്ല. മനസ്സ് കൊടുക്കുന്നവൻ അള്ളാഹുവാണ് ഒരു മനുഷ്യന് മനസ്സ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഇത് അള്ളാഹുവിൻ്റെതാണ്, ഇത് അള്ളാഹുവിൻ്റെതാ, ജാരിയായ ഒരു സദഖയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ പ്രതിഫലം. അള്ളാഹു പറയുകയാ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ളാഹു പറയുന്നു, നിനക്ക് ഞാൻ സ്വർഗം തരാം. അള്ളാഹു പറയുന്നു, നിനക്ക് ഞാൻ സ്വർഗം തരാം. അള്ളാഹു തന്ന സമ്പത്ത് മുഴുവനും വേണ്ട, ഒരൽപ്പം നിന്നെ കൊണ്ട് കഴിയുന്നത്, അത് ഒരു ചാക്ക് സിമെന്റിന്റെ പൈസയാകട്ടെ, ഒരു കല്ലാകട്ടെ, എന്താണോ നിന്നെ കൊണ്ട് കഴിയുക, ആ കഴിയുന്നത് നീ കൊടുത്താൽ ഇന്ന് നിന്റെ പേര് വിളിച്ചു പറയില്ല, ഫ്ലെക്സി വെക്കില്ല, ഒന്നുമില്ല. നീ കൊടുത്താൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം നീ മരിക്കുന്ന സമയത്ത് മലക്കുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു തരും. നീ കണ്ടിട്ട് മരിച്ചാ മതി. നിന്റെ റൂഹ് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്, വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാണ്, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാണ്. സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ഒരുപാട് ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, ഹാഫിദീങ്ങളുണ്ട്, ഹജ്ജ് ചെയ്തവരുണ്ട്, പ്രായമുള്ളവരുണ്ട്. അല്ലാഹുവിന്റെ ആരിഫ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രാത്രിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെറുതാകട്ടെ വലുതാകട്ടെ, അൽഹംദുലില്ലാ അവരവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്. അല്ലാഹു തരുന്ന പ്രതിഫലം സ്വർഗമാ സഹോദരാ, ഈമാനുള്ള മരണമാണ് സഹോദരാ, അതിനേക്കാളും വലുതൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് പടച്ചവനെ അല്ലാഹുവേ, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല തമ്പുരാന്, ഈ സദസ്സിൽ ഇരിക്കുന്നവരിൽ നീ ഇഷ്ടപ്പെട്ടവരെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ, നീ മനസ്സു കൊടുക്കണേ അല്ലാ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ. അൽഹംദുലില്ലാ ഇതിന്റെ മുകളിൽ ഇൻഷാ അല്ലാഹ് ഫില്ലർ വാർത്ത് കഴിഞ്ഞു, ഇനി അത് കട്ട കെട്ടണം. അൽഹംദുലില്ലാ അത് കോൺക്രീറ്റ് ചെയ്യണം. അള്ളാഹു അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും ഒരാള് ഇതിന്റെ പണി നടക്കുന്ന സമയം ഇൻഷാ അല്ലാഹ് ഒരു ലോഡ് കല്ല് മേടിച്ചു കൊടുക്കണം. വലിയ പൈസ ഒന്നുമില്ല, 10 200 മാക്സിമം 200 കല്ലൊക്കെ അല്ലേ ഒരു വണ്ടിക്കകത്ത് വരും. ഒരു വണ്ടിക്കകത്ത് എത്ര കല്ല് കയറും?
250 കല്ല്. അൽഹംദുലില്ലാ. ഉസ്താദെ, ഈ മദ്രസയുടെ മുകളിൽ പണി നടക്കുമ്പോൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു ലോഡ് കല്ല് എൻ്റെ മകൻ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ ഇൻഷാ അല്ലാഹ്. നിങ്ങളൊരാൾ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരാൾ കൈപൊക്കി. ഇനി ആരെങ്കിലും ഉണ്ടോ? വലിയ പൈസ ഒന്നുമില്ല. അൽഹംദുലില്ലാ. രണ്ടാമതൊരു സഹോദരൻ ഇൻഷാ അല്ലാഹ്. 2 പേര്, ആരെങ്കിലും ഒരാൾ കൂടെ, ആരെങ്കിലും 2 പേര്. അൽഹംദുലില്ലാ. മൂന്നാമതൊരു സഹോദരൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചവനെ, 3 പേരാരാണെന്ന് എനിക്കറിയില്ല. നീയാണ് മനസ്സ് കൊടുത്തത്, നീയാണ് പറയിപ്പിച്ചത്. റബ്ബേ, സ്വീകരിക്കണേ തമ്പുരാന്, സ്വീകരിക്കണേ തമ്പുരാന്. അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാന്. അവരുടെ കുടുംബങ്ങളിൽ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഈ പറഞ്ഞ അഫ്ളൽ ദിക്റിന്റെ മിസ്ലി സവാബ് ആ മരണപ്പെട്ടവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. 3 ലോഡ് കല്ല് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ആരെങ്കിലും ഒരാളൂടെ ഉണ്ടോപ്പാ? 4മതൊരു സഹോദരൻ ഇൻഷാ അല്ലാഹ്. നിസ്കാരം പറഞ്ഞ സദസ്സ, ഒരു ലോഡ് കൂടെ വേണം. 5 ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഷെരീഫൊക്കെ നിങ്ങൾ വന്ന കാര്യം ഞാൻ കണ്ടില്ലോ. നമ്മുടെ പ്രിയ സുഹൃത്ത മംഗലാപുരത്തുള്ള, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പൊന്നുമോൻ, അവനെ അള്ളാഹു ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. 2 മക്കളും അല്ലാതെ 2 ചെറിയ തൽഹായും മിസ്അബുല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു ഹാഫിൾ നിങ്ങളായി കൊടുക്കുമാറാകട്ടെ. 7. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് 8. ഇനി 10ൽ അവസാനമുള്ളൂ. 9 ഇൻഷാ അല്ലാഹ്. ആരാ ഒരാൾ കൂടെ? 9 ഒരാൾ കൂടെ ഉണ്ട്. ആരാ? അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാള്. പണി തുടങ്ങുമ്പോൾ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. 10 അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സുമ്മരിയല്ലാഹു അന്നബി ബക്കരിൻ വ അന്നുമരി വ അൻ അലിയും വ അൻ ഉസ്മാനദിൽ കറമി മൗലായ على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن في العاسد الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. 10 ഇബ്രാഹിം എന്ന് പറയുന്ന സഹോദരൻ 11. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? 1 ലോഡ് കല്ല് വേണം ഇൻഷാ അല്ലാഹ്. 11 പേരായി. ആരെങ്കിലും ഒന്ന് കൈവക്കറോ? ഉസ്താദ് അൽഹംദുലില്ലാ. 1 ലോഡ് കല്ല്. അൽഹംദുലില്ലാ. അതാണ്ടാ ഉപ്പ. അൽഹംദുലില്ലാ. അള്ളാഹു അദ്ദേഹത്തിന് പടച്ചവനെ ഈമാനുള്ള മരണം കൊടുക്കണേ പടച്ചവനെ. ആ ഉപ്പാടെ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ. 12. ഒരാൾ കൂടെ വേണം. ഒരാൾ കൂടെ ഇൻഷാ അല്ലാഹ്. ഇനി 2 കൊല്ലം കഴിഞ്ഞ ഉറൂസുള്ളൂ. ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഈ മദ്രസയുടെ മുകളിൽ പണി നടക്കുമ്പോൾ 1 ലോഡ് കല്ല് 12 ഒരാൾ കൂടെ കൈപൊക്കിക്കേ. ദുആ ചെയ്യട്ടെ. കൈപൊക്കറോ? ആരും ഒരാൾ കൂടെ ഉണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാൾ കൂടെ ഈ സദസ്സിലുണ്ടെന്ന് കൈപൊക്ക. ദുആ ചെയ്യട്ടെ. ആരാ ഉള്ളേ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ. 1 ലോഡ് കല്ല് കൂടെ വേണം. അൽഹംദുലില്ലാ. എവിടെ? ഇൻഷാ അല്ലാഹ് പള്ളിക്കകത്തിരിക്കണ സിദ്ദീഖ്. അൽഹംദുലില്ലാ. 13. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മുറഹീമായ പടച്ചവനെ, ദയാലുവായ റബ്ബേ, സയ്യിദന്മാരിരിക്കുന്ന മജ്ലിസാണ് റഹ്മാനെ. ഈ 13 പേരുടെയും സ്വതക്ക സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ പേര് നിനക്കറിയാം, വീട് നിനക്കറിയാം, ആഗ്രഹം നിനക്കറിയാം. മനസ്സ് കൊടുത്തത് നീയാണ് റബ്ബേ. കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈ 13 പേർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. 13 പേര് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഉസ്താദ് പറഞ്ഞു, ഒരു ഹദിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിതാവിൻ്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ പടച്ചവനെ. സ്വർഗ്ഗ കവാടം തുറന്നു കൊടുക്കണേ പടച്ചവനെ. ആ ഉപ്പാടെ പൊരുത്തം കിട്ടിയ മകനായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉസ്താദിൻ്റെ ഖിദ്മത്തുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് അരിയും അതുപോലെ ഇറച്ചിയൊക്കെ സംഭാവന ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ ഞാൻ പോകുമ്പോൾ കുട്ടികൾ ഫ്രൂട്ട്സ് അരിയുന്നുണ്ട്. ചോദിച്ചപ്പം പറഞ്ഞ് ഫ്രീ ആയിട്ട്. നല്ല കാര്യം. ഈ നല്ല ചൂടുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾക്ക് സ്വർഗത്തിൻ്റെ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പടച്ചോനെ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും അവസാനം വരെ ഇരിക്കണം. തങ്ങളുടെ ദുആയും കഴിഞ്ഞ് ചീരണി വാങ്ങിച്ചിട്ടേ പോകാവൂ. ഞാനൊരു യാത്രക്കാരനാണ്. അപ്പോൾ എല്ലാവരും ഈ വർഷം ഇൻഷാ അല്ലാഹ് ഞാനും എൻ്റെ കുടുംബവും ഹജ്ജിന് പോകാൻ തീയതി ചെയ്തിട്ടുണ്ട്. ശാരീരികമായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. രോഗങ്ങളൊക്കെ മാറാനും എല്ലാം റാഹത്താകാൻ വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാനും ദുആ ചെയ്യാം. ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അല്ലാഹു പൊറുത്തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? പോയി ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നോക്കാടാ സിറാജേന്ന് അതിനർത്ഥം. പൊരുത്തം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്നാണോ പറയണ്ടേ? ആണോ? ഇൻഷാ അല്ലാഹ് വേണ്ട, പൊരുത്തം മതി. എല്ലാവരും പൊരുത്തപ്പെട്ട് തരും. അല്ലാഹു പൊറുത്തരുമാറാകട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹു ഇവിടെ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, സയ്യിദ് അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അവിടുത്തെ ഖിദ്മത്തുകളൊക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, യാത്രക്കാരനാണ്, അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. അല്ലാഹു ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനെ, ഇവിടുത്തെ എല്ലാ പണ്ഡിതന്മാരെയും അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ നീ പെടുത്തണേ പടച്ചവനെ. അവരുടെ ഖിദ്മത്തുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു ജമാഅത്തിന്റെ പരിപാലന സമിതി, ഉറൂസ് കമ്മിറ്റി എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നീ കബൂലാക്കണേ പടച്ചവനെ. അല്ലാഹു ഈ മജ്ലിസിൽ ഇരിക്കുന്ന പ്രായമുള്ളവർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഈ സഹോദരങ്ങൾ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ചെറുപ്പക്കാർക്ക് നല്ല ഭാവിയും നല്ല ജീവിതവും കൊടുക്കണേ പടച്ചവനെ. വിദ്യാർത്ഥികളെ അനുസരണയുള്ള മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹു എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ലേ പടച്ചവനെ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ, അറുത്തു മുറിക്കല്ല പടച്ചവനെ. അല്ലാഹു ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു എനിക്ക് ഭക്ഷണം തന്ന ജമാഅത്തിന്റെ പ്രസിഡന്റ് റബ്ബേ, നീ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാഹ്. ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അല്ലാഹു മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു ശരീഫ് എന്ന സഹോദരനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഭാര്യ, അദ്ദേഹത്തെ സഹോദരിയുടെ മാതാപിതാക്കൾ, കൂടപ്പുറപ്പ്, ഖബറില നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ. ലത്തീഫ് എന്ന സഹോദരനെ നീ ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, പടച്ചവനെ, ആരെല്ലാം എന്നോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ പടച്ചവനെ. അല്ലാഹു ഒരുപാട് പേര് പടച്ചവനെ എന്നെ ഇഷ്ടപ്പെടുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ അല്ലാഹു ഈ സദസ്സിലിരിക്കുന്നുണ്ട് പടച്ചവനെ. ഞങ്ങളെ നീ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ തമ്പുരാനെ. അല്ലാഹു പടച്ചവനെ, പുത്തൂരുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലാഹു ആ ചെറുപ്പക്കാരനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു വന്നത് മുതൽ ഇത്രയും നേരം എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട് റബ്ബേ. നീ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ പിഞ്ചുമക്കളെ നീ യതീമീങ്ങളാക്കല്ല റബ്ബേ. അല്ലാഹു, ജീവിച്ചു കൊതി തീർന്നിട്ടില്ല ഞങ്ങളുടെ ഭാര്യമാരെ നീ ചെറുപ്പത്തിലെ വിധവകളാക്കി കളയല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ പടച്ചവനെ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ച് നീ പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹു, നിന്റെ മുമ്പിൽ നീട്ടുന്ന ഈ കൈകൾ ലോകത്താരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹു, ഈ മഖാമിൽ കിടക്കുന്ന മഹാന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ എന്തെങ്കിലും അതപകേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ പുറത്തു തരണേ പടച്ചവൻ. ഞങ്ങളുടെ ആക്കിബത്ത് നീ മോശമാക്കല്ലേ റഹ്മാനെ.
അള്ളാഹുവെ ഈ ഉറൂസിന് പലതിനു വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചു, ഒരുപാട് ചെറുപ്പക്കാർ അള്ളാഹു ഭക്ഷണം വെക്കാനും ഭക്ഷണം വിളമ്പാനും ഒരുപാട് മക്കൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പടച്ചവനെ ആ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാൻ. അള്ളാഹു ഈ വർഷം ആരെല്ലാം ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ടോ ഒരാളെയും അവിടെ എത്താതെ നീ തട്ടിക്കളയല്ല പടച്ചവനെ. എല്ലാവർക്കും ആ മണ്ണിലെത്താൻ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. ഈ ഇരിക്കുന്ന എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ തൗഫീക്ക് നൽകണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ 13 പേര് ഓരോരോട് കല്ല് വെച്ച് ഓഫർ ചെയ്ത് നീ അവരെ ഏറ്റെടുക്കണേ റഹ്മാനെ. നീ അവരെ കൈവിടല്ലേ പടച്ചവനെ.